പിന്നെ ഷോൾ ധരിക്കണതിനെ കുറിച്ച് ഭയങ്കര വല്ലാത്തൊരു രീതിയിൽ ക്ലാസ് ടീച്ചറായ ജൂലി മിസ്സും പ്രിൻസിപ്പളൊക്കെ വളരെ മോശമായിട്ട് രീതിയിലാണ് എൻ്റെ കുട്ടിയോട് പെരുമാറിയത്. ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് സംസാരിക്കാവുന്ന ഒരു ഭാഷയത്തിലല്ല അവർ സംസാരിച്ചത്. വളരെ മോശമായിട്ട് TC അടിച്ചു വെച്ചിരിക്കുന്നു, ഇങ്ങനെ മേടിച്ചിട്ട് പോയിക്കോ എന്ന് ദാർഷ്ട്യത്തോട് ഞാൻ ചോദിച്ചു, ഏത് വകുപ്പിനാണ് TC അടിച്ചു വെച്ചേക്കണമെന്ന് ചോദിച്ചു. ആ വർഗീയ ചായ്വിലൂടെയാണ് അവർ സംസാരിക്കുക എന്ന് ചെയ്ത് PTA പ്രസിഡന്റ് പ്രത്യേകിച്ച്. എൻ്റെ കുട്ടിയോട് വളരെ മോശം സമീപനമാണ് ആ ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പളും സ്വീകരിച്ചെന്ന് വെച്ച് അവളെ മാറ്റി നിർത്തുക, അകറ്റി നിർത്തുക, ഒറ്റയ്ക്കിരുത്തുക, പിന്നെ ആൺകുട്ടികളുടെ ഇടയിൽ ഇരുത്തുക. വളരെ മോശമായിട്ട് അഹങ്കാരിയാണെന്ന് പറയും, ധാർഷ്ട്യമായിട്ടാണ്, വളരെ ധാർഷ്ട്യത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്. ഇവർ പറയുന്നത് ഈ സമത്വം നഷ്ടപ്പെടും. എന്ത് സമത്വമാണ് ഈ ഒരു ഷോൾ ഇട്ടുകൊണ്ടിട്ട് ആ കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് എന്ത് സമത്വമാണ് നഷ്ടപ്പെടുന്നത്? ബാത്റൂമിൻ്റെ വാതിക്കെ കൊണ്ടിരുത്തിയാണ്. അത് വളരെ മോശം ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഈ വർഷം തന്നെ ഏതാണ്ട് 30ഓളം മുസ്ലിം വിദ്യാർത്ഥികൾ മാറിപ്പോയിട്ടുണ്ട്. ഒരു വർഷം അവിടെ നിന്ന് 10നും 15നും ഇടയിൽ മുസ്ലിം വിദ്യാർത്ഥികൾ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഏത് കാലത്താണ് ഇത് ജീവിക്കുന്നത്? ഈ സോഷ്യൽ മീഡിയാസ് ഇത്ര വളർന്ന ഈ കാലത്തും അവർ അപരിഷ്കൃതമായ നിയമം കൊണ്ട് നടക്കണമെടുക്കും. ഇത് വർഗീയപരമായിട്ടുള്ള ചേരിതിരിവ് ഉണ്ടാക്കാനായിട്ട് അവിടെ കുറച്ചാളുകൾ അതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്.